വ്ളോഗ്സ് ചെയ്യുന്ന പലവരും എക്സ്റ്റേണൽ മൈക്ക് സെറ്റ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ പലർക്കും തന്നെയുള്ള ഒരു പരാതിയാണ് ഈ ഒരു എക്സ്റ്റേണൽ മൈക്ക് സെറ്റ് നമ്മുടെ സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ അതെങ്ങനെ പരിഹരിക്കാവുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പക്ഷെ പലർക്കും തന്നെ ഉള്ളൊരു പരാതി തന്നെയാണ് അങ്ങനെ ഒരു എക്സ്റ്റേണൽ മൈക്ക് സെറ്റ് കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് വ്ളോഗ്സ് ചെയ്താലും അവർക്ക് ശരിയായ രീതിയിലുള്ള ഒരു ഓഡിയോ അതിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത്. ഒരു എക്സ്റ്റേണൽ മൈക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പലപ്പോഴും വർക്ക് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മികച്ച ഒരു ഓഡിയോ ക്വാളിറ്റി നമ്മുടെ വ്ളോഗ്സിന് കിട്ടാറില്ല. വീഡിയോ ക്വാളിറ്റി പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. പല വ്ളോഗ്സ് നമ്മൾ എടുത്തു വെച്ച് നോക്കിയാൽ കാണാൻ കഴിയും, തീരെ വീഡിയോ ക്വാളിറ്റി ഇല്ലാത്ത വ്ളോഗ്സിന് പോലും നല്ല രീതിയിലുള്ള വ്യൂസും റീച്ചും കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമ്മളത് പ്ലേ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നല്ല മികച്ച ഓഡിയോ ക്വാളിറ്റി ആയിരിക്കും അത്തരത്തിലുള്ള വ്ളോഗ്സിന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എക്സ്റ്റേണൽ മൈക്ക് സെറ്റ് ഫോണിലൂടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു അഡാപ്റ്ററാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആ ഒരു അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എക്സ്റ്റേണൽ മൈക്ക് സെറ്റ് ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൈക്ക്. മിക്കവരും തന്നെ ഉപയോഗിക്കുന്ന ഒരു മൈക്കാണ് ബോയ M1 എന്ന് പറയുന്നത്. ഇത് ആമസോണിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും വാങ്ങാനായിട്ട് സാധിക്കുന്ന ഒരു മൈക്ക് സെറ്റാണ്. ഈ ഒരു മൈക്ക് സെറ്റാണ് നമ്മൾ സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണത് ഈ ഒരു എക്സ്റ്റേണൽ മൈക്ക് സെറ്റ് കണക്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് സ്മാർട്ട് ഫോൺ. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് ഞാൻ ഈ ഒരു മൈക്ക് സെറ്റ് കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങളിവിടെ കാണുന്നുണ്ടോ, ഇവിടെ ഗ്രാഫിങ്ങിനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഈ ഫോണിൻ്റെ മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്ന സൗണ്ടാണ് ഈ കാണുന്നത്. അപ്പോൾ അതല്ലാതെ നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് സെറ്റ് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ മൈക്ക് സെറ്റ് ഇവിടെ കണക്ട് ചെയ്തു, ഹെഡ്ഫോൺ ജാക്കറ്റിൽ കണക്ട് ചെയ്തിട്ട് ഞാൻ ഈ മൈക്ക് ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ ഫിംഗർ കൊണ്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് നോക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും, ഇവിടെ ഗ്രാഫ് ഒന്നും വരുന്നില്ല. ഇപ്പോഴും അതിൻ്റെ അർത്ഥം ഈ ഫോണിൻ്റെ മൈക്ക് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ സൗണ്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. എക്സ്റ്റേണൽ മൈക്ക് ശരിക്കും ഇതിൽ കണക്റ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ഫിംഗർ കൊണ്ട് ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഗ്രാഫ് ഒന്നും വരാത്തത്. ഇപ്പോൾ ഇവിടെ വരുന്ന ഗ്രാഫ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് കൊണ്ടാണ്, ഈ ഒരു ഡിവൈസിൻ്റെ മൈക്രോഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഗ്രാഫ് വരുന്നത്. പക്ഷെ നമ്മൾ മൈക്കിൽ ഇങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള ഗ്രാഫ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം എങ്ങനെയാണ് കാണേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ഒരു അഡാപ്റ്റർ യൂസ് ചെയ്യണം. ഇതാണ് ആ ഒരു TRRS to TRS അഡാപ്റ്ററാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും, ഇതാണ് ഈ ഒരു അഡാപ്റ്റർ. ഇത് വാങ്ങേണ്ട ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു അഡാപ്റ്ററാണ്. ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള 200 രൂപ വാങ്ങാവുന്ന ഒരു ചെറിയൊരു TRRS to TRS അഡാപ്റ്റർ, അതാണ് വാങ്ങേണ്ടത്. മാറിപ്പോയത് TRS to TRRS അല്ല, TRRS to TRS അഡാപ്റ്ററാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആ ഒരു അഡാപ്റ്റർ ഇവിടെ ഫിറ്റ് ചെയ്ത് നോക്കാം. ഇത് കണ്ടില്ലേ, ഇപ്പോഴും എക്സ്റ്റേണൽ മൈക്ക് സെറ്റ് അല്ല ഉപയോഗിക്കുന്നത്, ഫോണിൻ്റെ തന്നെ മൈക്കാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ താഴെ ഒരു മൈക്ക് ഉണ്ട്. ഈ ഒരു ഡിവൈസിൻ്റെ മൈക്കിൽ ഞാൻ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഗ്രാഫ് പോകുന്നത് കാണാം. കണ്ടോ? അപ്പോൾ നമുക്ക് ആ അഡാപ്റ്റർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു എക്സ്റ്റേണൽ മൈക്ക് സെറ്റിൻ്റെ ഈ ഒരു പിന്നെ ഈ ഒരു അഡാപ്റ്ററിൻ്റെ ഭാഗത്തേക്ക് കണക്ട് ചെയ്യുക. നല്ലപോലെ പ്രസ് ചെയ്ത് കണക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു അഡാപ്റ്ററാണ് നമ്മൾ ഇവിടെ കുത്തേണ്ടത്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിത് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഗ്രാഫ് പോകുന്നത് നിങ്ങൾക്ക് കാണാം. കണ്ടോ? ചെറിയ രീതിയിൽ ഗ്രാഫ് പോകുന്നത്. ഞാൻ ഈ മൈക്രോഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് സംസാരിച്ച് കാണിക്കാം. ഹലോ,
നിങ്ങളിപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സൗണ്ട് ഞാൻ ഈ ബോയ M1 എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഏത് മൈക്ക് സെറ്റ് ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്ന് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. സ്മാർട്ട് ഫോണിൻ്റെ മൈക്ക് ഉപയോഗിക്കുമ്പോഴാണോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ മൈക്ക് ഇതുപോലെ അഡാപ്റ്റർ കൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുമ്പോഴാണോ നല്ല രീതിയിൽ സൗണ്ട് ക്വാളിറ്റി കിട്ടുന്നതെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഇത് വീഡിയോ ക്വാളിറ്റി കേട്ടിട്ട് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എക്സ്റ്റേണൽ മൈക്ക് സെറ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു അഡാപ്റ്റർ വാങ്ങിയതിന് ശേഷം ഇതുപോലെ തന്നെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്റ്റേണൽ മൈക്ക് സെറ്റ് ഇതുപോലെ തന്നെ വർക്ക് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഇത് വാങ്ങാൻ ആഗ്രഹമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അഡാപ്റ്റർ വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരിക്കൽ കാണാം. വീഡിയോ കണ്ടവർക്കും നന്ദി. ബൈ.